കോതമംഗലം പ്ലാച്ചേരിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ ആനയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുന്നു. പരുക്കേറ്റ ആന കിണറിന്റെ ചുവരുകൾ ഇടിച്ച് സ്വയം രക്ഷപ്പെടാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരമുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കും എന്നാണ് നാട്ടുകാരുടെ നിലപാട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നാട്ടുകാരുമായി ചർച്ച നടത്തുകയാണ്. ആന പ്രശ്നക്കാരൻ ആനയാണ്. നിലവിൽ ഇവിടെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭീഷണിയുള്ള ഒരു ആനയാണ്. കാരണം ഞാൻ ഉൾപ്പെടെ 2 മാസം ഞാൻ ബെഡ് റെസ്റ്റ് ആയിരുന്നതാണ്. ഈ ആന എന്നെ ഓടിച്ച് ഞാൻ വീണ്. അതുപോലെ നാട്ടിലുള്ള സകല ബൈക്കിന്റെ പുറകെ ഓടിയെത്തുക എന്നുള്ളത്, അതുപോലെ വെട്ടടിക്കുമ്പോൾ നമ്മളിപ്പോൾ ആന പറമ്പിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോർച്ച് അടിച്ച് എന്താ സംഭവം വച്ചേക്കുന്നതെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. ആ നോക്കുന്ന സാഹചര്യത്തിൽ ഈ ആന ഈ ടോർച്ച് വെട്ടത്തിന്റെ അടുത്തേക്ക് നമ്മളെ ആക്രമിക്കാനായിട്ട് ഓടി വരുന്ന ഒരു ആനയാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് പറയാനുള്ള മെയിൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, ഈ കിണർ ഇത് 10-20 പേര് കുടിക്കുന്ന വെള്ളമാണ്. അപ്പൊ ഇവർക്ക് എത്രയും പെട്ടെന്ന് ഈ സാധനം ഇവിടുന്ന് കയറ്റിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ഇത് നഷ്ടപരിഹാരമായിട്ട് അഡ്വാൻസ് നമുക്ക് ചെക്ക് ഇവിടെ തന്നിട്ടേ നമുക്ക് ഇതിന്റെ അകത്തേക്ക് ഒരു വണ്ടി പോലും നമ്മൾ അടുപ്പിക്കുള്ളൂ. 1 കിലോമീറ്റർ അകലത്തിലെ 3 പേരെ ആന ചവിട്ടി കാലൊടിക്കുകയും ആ കാലൊടിച്ച വീട്ടിൽ മന്ത്രി എത്തുകയും അതിന് ആശ്വാസവാക്ക് പറയുകയും സഹായം ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് പോയതാണ്. 1 വർഷം കഴിഞ്ഞതിന് ശേഷം ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ നാട്ടിലെ ബഹുജനങ്ങളുടെ കൃഷി, കപ്പ, തെങ്ങ്, അടയ്ക്കാമരം എല്ലാം തന്നെ നശിപ്പിച്ച് നാരായണക്കല്ല് പിടിപ്പിക്കുകയാണ്. ജനങ്ങൾക്ക് ഇവിടെ വസിക്കാൻ പറ്റില്ല. കോതമംഗലത്ത് നിന്ന് വിനീത വിജി പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തത്സമയം. വിനീത, നാട്ടുകാർക്ക് പറയാൻ ഒരുപാട് പരാതികൾ ഉണ്ടാകും, പക്ഷേ നിലവിലിപ്പോൾ ഈ കാട്ടാനയുടെ സ്ഥിതി എന്താണ്? രക്ഷപ്പെടാനുള്ള ശ്രമം കാട്ടാന നടത്തുന്നത് എങ്ങനെ പുരോഗമിക്കുന്നു? ഒപ്പം വനം വകുപ്പിന്റെ ഇടപെടലുകളും എങ്ങനെയാണ്? വേണു, നമ്മളിപ്പോൾ ആ കിണറിന് തൊട്ട് സമീപം തന്നെയാണ് നിൽക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ കൊമ്പന്റെ പരാക്രമം അത് ഇങ്ങനെ തുടരുക തന്നെയാണ്. എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ് ഈ ഘട്ടത്തിൽ ആന നടത്തുന്നത്. ഏതാണ്ട് മണിക്കൂറുകളോളം പിന്നിട്ടിരിക്കുന്നു. പുലർച്ചെ 2 മണിക്കാണ് കൂട്ടമായി എത്തിയ കാട്ടാനകളിൽ ഒന്ന് ഈ കിണറ്റിലേക്ക് വീണത്. ഒരല്പസമയം ഈ വെള്ളത്തിലേക്ക് കിടക്കുകയായിരുന്നു. ഏതാണ്ട് 1 മണിക്കൂറോളം പിന്നീട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ സ്വയം പുറത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമമാണ് ആനയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിനായി കൂടുതൽ മണ്ണ് തുമ്പിക്കൈ കൊണ്ടും ഒപ്പം തന്നെ പുറംഭാഗം കൊണ്ടുമൊക്കെ ഇടിച്ച് അത് വെള്ളത്തിലേക്ക് ഇടുന്നു. വീണ്ടും അതിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് കൂടുതൽ ശക്തമായി തുമ്പിക്കൈ കൊണ്ട് വീണ്ടും കൂടുതൽ മണ്ണ് കൊമ്പുകൊണ്ട് കുത്തിയൊക്കെ പുറത്തേക്ക് ഇടാനൊക്കെയുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. ഇപ്പോൾ വീണ്ടും വെള്ളത്തിലേക്ക്, ആ ശ്രമമെല്ലാം വിഫലമായതിനെ തുടർന്ന് വീണ്ടും വെള്ളത്തിലേക്ക് വന്ന കൊമ്പൻ കിടക്കുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇടയ്ക്ക് ഒരല്പം വെള്ളം അത് കുടിക്കുന്നുണ്ട്. പിന്നെ വീണ്ടും ഒരു ഭാഗത്ത് നിന്ന് ആ ശ്രമം വിഫലമായതിനെ തുടർന്ന് മറുവശത്തേക്ക് നീങ്ങിയിരുന്നു. ഇപ്പോൾ വീണ്ടും ആ വെള്ളത്തിന്റെ നടുക്ക് ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനിടയ്ക്ക് വീണ്ടും ആന ഒരു ഭാഗത്തേക്ക് നീങ്ങുകയാണ്. ഒരുപക്ഷെ വീണ്ടും നേരത്തെ ഇതാ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ വേണു, വീണ്ടും ആ ഭാഗം ലക്ഷ്യം വെച്ച് തന്നെയാണ് ആന നീങ്ങുന്നത്. അങ്ങനെയെങ്കിൽ വീണ്ടും അവിടെ പോയി കൂടുതൽ മണ്ണ് ഇളക്കി ഇട്ട് അവിടെ കുറച്ചൊരു വിസ്തൃതി ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് അത് നടത്തുന്നത്. അങ്ങനെ വിസ്തൃതി ഉണ്ടാക്കുകയാണ് എങ്കിൽ ആ ഭാഗത്ത് കൂടി പുറത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമമാണ് ആനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. വീണ്ടും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഇപ്പോൾ തുമ്പിക്കൈ ഉയർത്തി വീണ്ടും ഒരൽപ്പം വെള്ളം അത് എടുക്കുന്നുണ്ട്. വീണ്ടും ശക്തമായി ആ മണ്ണിലേക്ക് കൂടുതൽ ശക്തമായി ഇടിച്ച് ആ കൂടുതൽ വിസ്തൃതി ഉണ്ടാക്കാനൊക്കെ ഒരു ശ്രമം ഏതാണ്ട് 1 മണിക്കൂറോളമായി ആന ഇവിടെ നടത്തുന്നുണ്ട്. പക്ഷേ ആ ശ്രമം ഒക്കെ തന്നെ വിഫലമായിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും വെള്ളത്തിന് നടുക്ക് ആന ഇങ്ങനെ നിൽക്കുകയാണ്. വീണ്ടും അതേ ഭാഗം ലക്ഷ്യം വെച്ചുകൊണ്ട് ആന മുന്നോട്ട് നീങ്ങുന്നു. ഇങ്ങനെ ആന സ്വയം രക്ഷപ്പെടുന്നതിനുള്ള ആനയുടെ ഒരു ശ്രമം, അത് ഈ കൊമ്പന്റെ ശ്രമം, ഈ വെള്ളത്തിൽ കിടന്നുകൊണ്ടുള്ള ഒരു പരാക്രമം ഒക്കെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറുവശത്ത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആശങ്കയുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആന പ്രശ്നം അവർക്ക് ഏതാണ്ട് ഒരു ആനപ്പിടിയിൽ കഴിയുന്ന ഒരു അവസ്ഥ തന്നെയാണുള്ളത്. അവർക്ക് ഈ ആനയെ ഇവിടെ നിന്ന് മാറ്റുകയാണെങ്കിൽ അതിന് ഇവിടെ തുറന്നുവിടാൻ കഴിയില്ല, മറ്റെവിടേക്കെങ്കിലും മാറ്റണം ഉൾപ്പെടെയുള്ള ചില ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഏതാണ്ട് 12ഓളം കുടുംബങ്ങൾ ഈ കിണറിൽ നിന്നുള്ള വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് അവർക്കൊന്നും വെള്ളം ലഭിച്ചിട്ടില്ല. ഇത് വൃത്തിയാക്കുന്ന അടക്കമുള്ള നടപടികൾ, അതിനൊരു ഉറപ്പ് വേണമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. മറുവശത്ത് JCB കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഈ മേഖലയിലേക്ക് ഇനിയും എത്തിച്ചിട്ടില്ല. ഇപ്പോൾ ആനയെ പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പോലീസിന്റെയും അതോടൊപ്പം തന്നെ വനംവകുപ്പിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. നാട്ടുകാരുമൊക്കെയായി അല്പസമയം മുൻപ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ചർച്ച നടത്തിയിരുന്നു. അതിൽ പ്രധാനമായും അവർ പറയുന്നത് ഇവിടെ ഒരു ഫെൻസിംഗ് ഇല്ല, അല്ലെങ്കിൽ ഇങ്ങനെ എത്തുന്ന കാട്ടാനകളെ തടയുന്നതിനുള്ള മറ്റ് നടപടിക്രമങ്ങളില്ല. കൃഷിയിടങ്ങളിലേക്ക് ഉൾപ്പെടെ കാട്ടാനകൾ എത്തുകയും കൃഷിനാശം സംഭവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസവും ഇങ്ങനെ കൂട്ടമായി എത്തിയ കാട്ടാന, ഇപ്പോൾ നമുക്ക് ഈ കാണാൻ കഴിയുന്ന ഈ കൊമ്പനാണെങ്കിൽ പോലും ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നക്കാരൻ എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇവിടെ ആളുകളെ ഓട്ടിക്കുന്നുണ്ട്, അവർക്ക് അതിൽ പരിക്കേറ്റ ആളുകളുണ്ട്. ആ ആളുകളൊക്കെ രാവിലെ നമ്മളോട് സംസാരിച്ചാണ്. ഇതിൽ വീണ്ടും ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോവുകയാണ് എങ്കിൽ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. വീണ്ടും തുമ്പിക്കൈ ഉപയോഗിച്ചുകൊണ്ട് ആ കൊമ്പൻ വീണ്ടും മുന്നിലേക്ക് നീങ്ങുകയാണ്. ഒരുപക്ഷെ വീണ്ടും
ആ മണ്ണ് ഇളക്കാനുള്ളൊരു ശ്രമം അത് തുടരാനുള്ളൊരു തയ്യാറെടുപ്പിലായിരിക്കണം. ഏതാണ്ട് മണിക്കൂറുകളോളമാണ് കൊമ്പൻ വെള്ളത്തിൽ കിടന്നത്. ഇപ്പോൾ കുറച്ചൊരല്പം പുറകിലേക്ക് നീങ്ങി വീണ്ടും കൂടുതൽ ശക്തമായി മുന്നോട്ട് പായാനുള്ളൊരു തത്രപ്പാടിലായിരിക്കണം. ഏതാണ്ട് കുറേ സമയമായി ഈ വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഏതാണ്ട് 1 മണിക്കൂറോളം സ്വയം രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. ഇപ്പോൾ വെള്ളത്തിൽ ഒരു അല്പം ഉയർന്നിരിക്കുകയാണ്. ഇടയ്ക്ക് ഒന്ന് ഈ തലയൊക്കെ കൊണ്ട് കൂടുതൽ ശക്തമായി ഒരു സമ്മർദ്ദം ചെലുത്തിയ ആ ഒരു ഭാഗം വിസ്തൃതി ഉണ്ടാക്കാൻ ശ്രമിച്ചതിന്റെയൊക്കെ ഫലമായി മുറിവേറ്റിട്ടുണ്ട്. അതായത് മസ്തകത്തിനും ഒപ്പം തന്നെ പിൻഭാഗത്തുമൊക്കെയായി ചെറിയ രീതിയിൽ മുറിവേറ്റിട്ടുണ്ട്. പക്ഷെ ആരോഗ്യനില അതിൽ വലിയ രീതിയിലേക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കാരണം ഈ കിണറിൽ വെള്ളം ഇപ്പോഴും ആനയുടെ മുട്ടിന് മുകളിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ കൂടുതൽ മണ്ണൊക്കെ ഇടിച്ചിരുന്നതിനാൽ വെള്ളത്തിന്റെ ഒരു നില ഒരല്പം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. എങ്കിൽ പോലും ആന സ്വയം രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ മേഖലയിലൊക്കെ നാട്ടുകാരും പ്രദേശവാസികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരോടും ഇവിടെ നിന്ന് മാറണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലേക്കുള്ള ആശങ്കകളുണ്ട്. ഇതൊക്കെ പരിഹരിക്കണമെന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്താണെങ്കിലും അല്പസമയത്തിനകം തന്നെ ഇതിനെ രക്ഷപ്പെടുത്തുന്നതിനുള്ള മറ്റ് നടപടിക്രമങ്ങൾ ഉദ്യോഗസ്ഥർ ആരംഭിക്കുന്നവരെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അതിനൊന്നും കാത്തു നിൽക്കാതെ സ്വയം പുറത്തേക്ക് കടക്കാനുള്ളൊരു ശ്രമം അത് വീണ്ടും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ പിൻകാലുകൾ കൊണ്ട് ആ തിട്ട പൊളിച്ച് കൂടുതൽ വിസ്തൃതി ഉണ്ടാക്കുന്നതിനുള്ള ഒരു പരിശ്രമം ആനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇപ്പോൾ തല കൂടുതൽ ശക്തമായി ഉയർത്തിയത് മുന്നിലേക്ക് കടക്കുകയാണ്. കൊമ്പ് കൊണ്ട് ആ മൺതിട്ട ഇളക്കിയിടാൻ ശ്രമിക്കുകയാണ്. ഇതാ വലിയ തിട്ടകൾ അതിന്റെ ഫലമായി ഇതാ വെള്ളത്തിലേക്ക് വീണിരിക്കുന്നു. ആ ഒരു വിസ്തൃതി വലുതായിക്കൊണ്ടേയിരിക്കുന്നു. ഒരുപക്ഷെ പുറത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമം ഒരല്പസമയം വിശ്രമിച്ചതിന് ശേഷമാണ് ആന വീണ്ടും കൂടുതൽ ശക്തമായി മുന്നേക്ക് കുതിച്ചത്. ഇപ്പോൾ തുമ്പിക്കൈ കൊണ്ട് ആ പൊട്ടിച്ചിട്ട ആ തിട്ട അത് വീണ്ടും വെള്ളത്തിലേക്ക് ഇളക്കിയിടുകയാണ്. കൊമ്പുകൊണ്ട് മറുവശത്തേക്ക് കുത്തി ആ തിട്ട പൊട്ടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ മണ്ണുള്ളത്. മറുവശങ്ങളിലൊക്കെ തന്നെ കൂടുതൽ ശക്തമായിട്ടുള്ള കരിങ്കല്ല് കൊണ്ടാണ് ഇതിന്റെ ഒരു ചുറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം ഈ ഒരു പരിശ്രമം അത് എത്രത്തോളം സാധ്യമാകും എന്നൊക്കെയുള്ള ചില സംശയങ്ങൾ കൂടിയുണ്ട്. എന്താണെങ്കിലും ഈ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അത് പോലീസിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ ഈ വനംവകുപ്പിന്റെയും ഒക്കെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കൊന്നും താൻ കാത്തു നിൽക്കാനില്ല. സ്വയം രക്ഷപ്പെടാനുള്ള തന്റെ ശ്രമം തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വീണ്ടും ഇതാ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ പുറം തിരിഞ്ഞുകൊണ്ട് വീണ്ടും ഉള്ളിലേക്ക് കയറി കൂടുതൽ തിട്ട പൊട്ടിച്ച് ആ വിസ്തൃതി കൂട്ടാനുള്ള ഒരു ശ്രമമാണ് ആനയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. പിൻകാലുകൊണ്ട് ആ തിട്ടയിൽ വീണ്ടും ശക്തമായി ആഞ്ഞിടിക്കുന്നുണ്ട്. പക്ഷേ അത് ആദ്യത്തേതുപോലെ അത്ര എളുപ്പമാവില്ല. കാരണം മറുവശത്തുള്ളത് കരിങ്കൽ ഭിത്തിയാണ്. അതുകൊണ്ട് തന്നെ അത് അത്ര എളുപ്പമായി വിസ്തൃതി കൂട്ടാൻ കഴിയുന്ന ഒന്നല്ല. അത് മനസ്സിലാക്കിയത് കൊണ്ടാകണം ഇപ്പോൾ പിൻവശം കൊണ്ട് വീണ്ടും ഇതാ മുൻവശത്തേക്ക് കൊണ്ട് വീണ്ടും ആ ഉള്ളിലേക്ക് കടക്കുന്നതിനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. വീണ്ടും തുമ്പിക്കൈ ഉപയോഗിച്ചുകൊണ്ട് ആദ്യം ചെയ്തതിന് സമാനമായി ആ കൊമ്പ് കൊണ്ട് കുത്തി ഇളക്കുകയാണ് ആ തിട്ട. അത് കൂടുതൽ മണ്ണ് ഉള്ള മേഖലയാണ് ആ മുകൾ ഭാഗത്തേക്കൊക്കെ ഉള്ളത്. അത് വളരെ എളുപ്പത്തിൽ തന്നെ ഒരുപക്ഷെ പൊട്ടിച്ച് ഇടാൻ കഴിയുമെങ്കിലും അതിന്റെ താഴ്ഭാഗത്തേക്കൊക്കെയാണ് ഈ കരിങ്കല്ലുള്ളത്. അതുകൊണ്ട് തന്നെ അത് എത്ര എളുപ്പമാവില്ല. ഇപ്പോൾ വീണ്ടും ഇതാ ഒരു ഭാഗത്തേക്ക് മാറിയിരിക്കുന്നു. വീണ്ടും ആ പിൻഭാഗം കൊണ്ട് വീണ്ടും കൂടുതൽ ശക്തമായി അത് പൊട്ടിച്ച് ആ തിട്ട കൂടുതൽ വിസ്തൃതിയാക്കുന്നതിനുള്ള ഒരു പരിശ്രമമാണ് ആനയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ഏതാണ്ട് മണിക്കൂറുകളോളമായി ആന ഇങ്ങനെ ഈ വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ ആ കാലിന്റെ ഒരു ഭാഗത്തും ചെറിയ രീതിയിൽ മുറിവേറ്റിട്ടുണ്ട്. ആ പിൻകാല് കൊണ്ട് കൂടുതൽ ശക്തമായി ആഞ്ഞടിക്കുകയാണ്. പക്ഷേ അടിക്കുന്നത് കരിങ്കല്ലാണ്. അതുകൊണ്ട് തന്നെ ആ മൺതിട്ട പോലെ അത്ര എളുപ്പത്തിൽ അത് പൊട്ടിച്ചിടാനോ അതിന്റെ വിസ്തൃതി കൂട്ടാനോ കഴിയില്ല. പിൻഭാഗം കൊണ്ട് കൂടുതൽ ശക്തമായി ഉള്ളിലേക്ക് ആഞ്ഞ് തള്ളുന്നുണ്ട്. ഒരുപക്ഷെ മുകളിലേക്കുള്ള ഭാഗത്തേക്കൊക്കെ തന്നെ മൺതിട്ട ആയതുകൊണ്ട് ഇതിന്റെ ഒരു ശക്തിയിൽ ആ തിട്ട പൊട്ടി വീഴാനുള്ള സാധ്യതയാണുള്ളത്. പക്ഷേ എങ്കിൽ പോലും ഇതിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അത് മറുവശത്ത് നടക്കുന്നുണ്ട്. നാട്ടുകാരുമൊക്കെയായി ഉദ്യോഗസ്ഥർ ചർച്ച നടത്തുകയാണ്. അവരുടെ ആശങ്കകളൊക്കെ പരിഹരിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങളിൽ തീരുമാനമായിരിക്കുന്നതിൽ പ്രധാനമായും അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം ഈ കുളം അവർക്ക് വൃത്തിയാക്കി നൽകുക എന്നുള്ളത് തന്നെയാണ്. കാരണം അവർ കുടിക്കാനും മറ്റും ഉപയോഗിക്കുന്ന വെള്ളമാണെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇങ്ങനെ ഒരു വശത്ത് അതിന്റെ ചർച്ചയും കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും കാത്തു നിൽക്കാതെ സ്വയം രക്ഷപ്പെടാനുള്ള ഒരു പ്രവർത്തനം ഒരു പരിശ്രമമാണ് കൊമ്പന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ വീണ്ടും മുന്നിലേക്ക് വരുന്നു. ഒപ്പം കൂടുതൽ ശക്തമായ ഒരു പക്ഷെ പിന്നിലേക്ക് പോയി ആഞ്ഞ് തള്ളി ആ തിട്ട ഇതാക്കാനുള്ള ശ്രമമാണ്. ഇപ്പോൾ അതിന് സമീപം ഉണ്ടായിരുന്ന ചെടികൾ അതൊക്കെ എടുത്ത് ഭക്ഷിക്കുകയാണ്. ഏതാണ്ട് മണിക്കൂറോളമായി ഈ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവുന്നത് വിശപ്പുണ്ടാവും, ഒരുപക്ഷെ ക്ഷീണമുണ്ടാവും. കാരണം 1 മണിക്കൂറോളമായി ഇതിങ്ങനെ ഈ വെള്ളത്തിൽ കിടന്ന് ഈ പരാക്രമം തുടങ്ങിയിട്ട് പുറത്തേക്ക് കടക്കാനുള്ള അതിൻ്റെ ഒരു പരിശ്രമമാണ് നടത്തുന്നത്. ഒരല്പസമയം അതിങ്ങനെ വെള്ളത്തിൽ കിടന്ന് വിശ്രമിക്കുന്നുണ്ട്, ഒരല്പം വെള്ളം കുടിക്കുന്നുണ്ട്. സമീപമുള്ള ഈ ചെടി അത് വെള്ളത്തിലേക്ക് വീണതാണ് ഇപ്പോൾ ഭക്ഷിച്ചത്. ഇപ്പോൾ വീണ്ടും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ആ പരാക്രമം തുടരുകയാണ്. രക്ഷപ്പെടാനുള്ള കൊമ്പന്റെ ശ്രമം ഇവിടെ ഇങ്ങനെ തുടരുകയാണ്. വേണു വിനിത, 8 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് ഈ കാട്ടാന കിണറ്റിൽ വീണിട്ട്. എന്താണ് വനം വകുപ്പിന്റെ പദ്ധതി? ആനയെ പുറത്തെടുക്കാനുള്ള എന്ത് മാർഗങ്ങളാണ് അവർ ഇതിനോടകം സ്വീകരിച്ചിട്ടുള്ളത്?
പിന്നെ കേൾക്കാമോ? ഇപ്പോൾ 7-8 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് കാട്ടാന ഈ കിണറ്റിൽ വീണിട്ട്. എങ്ങനെ ഈ ആനയെ രക്ഷപ്പെടുത്താം, പുറത്തെത്തിക്കാം എന്നാണ് വനംവകുപ്പ് ആലോചിക്കുന്നത്? എന്തൊക്കെയാണ് അതിന്റെ മാർഗങ്ങളായി അവരുടെ മുന്നിലുള്ളത്? വേണു, JCB ഉൾപ്പെടെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മണ്ണ് മാന്തി കൂടുതൽ വിസ്തൃതി കൊണ്ടുവന്ന ആനയെ പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് ഈ ഘട്ടത്തിൽ നടത്തുന്നത്. പക്ഷേ ഒപ്പം തന്നെ ഈ ആളുകളൊക്കെ നിൽക്കുന്നത് കൊണ്ട് പരിഭ്രാന്തി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പുറത്തേക്ക് മറ്റും ഈ ജനവാസ മേഖലയിലേക്ക് ഓടിക്കേറാതിരിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങളും നടത്തേണ്ടതുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് തീരുമാനമെടുത്ത് കഴിഞ്ഞുവെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷെ അതിനു മുൻപായാണ് ഇപ്പോൾ നാട്ടുകാരിൽ അവരുടേതായിട്ടുള്ള ചില ആശങ്കകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ചർച്ച നടക്കുകയാണ്. അതിലൊരു അന്തിമ തീരുമാനം എത്തിയതിനു ശേഷം മറ്റ് തുടർ നടപടികൾ സ്വീകരിച്ചാൽ മതിയെന്നൊക്കെയാണ് ചിലർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അക്കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ജനവാസ മേഖലയ്ക്ക് സമീപം, ഈ കിണറിന് സമീപം ജനവാസ മേഖലയിലാണ്. ആ മേഖലയിലാണ് ഇപ്പോൾ JCB ഉള്ളത്. അല്പസമയത്തിനകം അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ആനയെ രക്ഷപ്പെടുത്തേണ്ട മറ്റ് നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴും ആന അത് ഇങ്ങനെ വെള്ളത്തിൽ തന്നെ തുടരുകയാണ്. ആന സ്വയം രക്ഷപ്പെടാനുള്ള ആനയുടെ പരിശ്രമങ്ങൾ അതിങ്ങനെ നടത്തുകയാണ്. ഒരല്പസമയം അത് വെള്ളം കുടിച്ചു, സമീപമുള്ള ഇല അത് പൊട്ടിച്ച് കഴിക്കുന്നുണ്ട്. എന്നാൽ ഇന്നലെ പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഇത് വെള്ളത്തിൽ വീണത്. ഏതാണ്ട് 1.5 മണിക്കൂറോളമായി ഇങ്ങനെ ഈ സ്വയം അത് പുറത്തേക്ക് കടക്കുന്നതിനുള്ള പരിശ്രമങ്ങളും മറ്റും നടത്തുന്നുണ്ട്. അതിന്റെ മസ്തകത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ പുറം ഭാഗത്തും പരിക്കേറ്റിട്ടുണ്ട്. കാലിന്റെ ഒരു ഭാഗത്ത് ചെറിയ രീതിയിൽ പരിക്കേറ്റതായി നമുക്ക് കാണാൻ കഴിയുന്നു. ഇതിനിടയിൽ സ്വയം രക്ഷപ്പെടാനുള്ള പരിശ്രമം ആനയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ഇപ്പോൾ പ്രദേശത്ത് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവർ ഈ തിരക്കും മറ്റും നിയന്ത്രിക്കുന്നുണ്ട്. ഇവിടെ പ്രദേശവാസികൾ ഈ മേഖലയിലേക്ക് എത്തുന്നത് നിയന്ത്രിക്കുന്നുണ്ട്. നാട്ടുകാരുമൊക്കെയായി ഉദ്യോഗസ്ഥർ ചർച്ച നടത്തുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ ഭാഗങ്ങൾ ആന അത് ഇങ്ങനെ പൊട്ടിച്ച് പുറത്തേക്ക് ഇടുകയാണ്. വീണു. ശരി, കോതമംഗലം പ്ലാച്ചേരിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ കാട്ടാന വീണു. പുറത്തെത്താനുള്ള പരിശ്രമത്തിലാണ് കാട്ടാന. ഒപ്പം കാട്ടാനയെ പുറത്തെത്തിക്കാനുള്ള നടപടികളിലേക്ക് വനം വകുപ്പും കടന്നിരിക്കുന്നു. വിനീത വിജയാണ് കോതമംഗലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.